വോട്ടറായ സരോജിനി വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴാണ് മറ്റാരോ തന്റെ വോട്ട് ചെയ്തു എന്ന് മനസ്സിലാവുന്നത്. രാഹുൽ പറയൂ. രാഹുൽ, ഇത് തന്നെയാണ് പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ടെൻഡർ വോട്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് നിലവിൽ നിർവാഹമുള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് കണക്കാക്കുന്നത്? എന്തായാലും വോട്ടർ അവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്തതായി മനസ്സിലാക്കുന്നത്. കവിയൂർ 84 നമ്പർ ബൂത്തിലാണ് ഇത്തരത്തിൽ സരോജിനി എന്ന പേരുള്ള വോട്ടർ എത്തുമ്പോൾ തൻ്റെ വോട്ട് മുൻപാരോ ചെയ്തു പോയതായി കാണുന്നത്. പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യിക്കുകയായിരുന്നു. എന്തായാലും നമ്മൾ ഈ ആറന്മുളയിൽ നിന്ന് തിരുവല്ലയിലേക്ക് വന്നിരിക്കുകയാണ്. ആറന്മുളയിലേക്ക് ആ മത്സരം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ തിരുവല്ലയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായി കുറച്ച് ദിവസങ്ങളായി വലിയ ചർച്ചയിൽ ഉള്ള മണ്ഡലമാണ്. അപ്പോൾ തിരുവല്ലയിലെ പോളിംഗ് ബൂത്താണ് കാണുന്നത്. പിന്നീട് നമ്മൾ ഈ സെലിബ്രിറ്റി ആളുകളുടെ ബൂത്തിനെ പറ്റി പറയാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമറാമാൻ സുധീഷ് തിരുവല്ല വോട്ട് ചെയ്ത് ഇറങ്ങി. സുധീഷ് തിരുവല്ലയുടെ ബൂത്താണ് ഇവിടെ എന്തായാലും കാണുന്നത്. അപ്പോൾ നാട്ടുകാരാണ്, സുധീഷ് തിരുവല്ലയുടെ സുഹൃത്തുക്കൾ കൂടി ഇവിടെയുണ്ട്. അപ്പോൾ വോട്ടർമാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും വോട്ട് ചെയ്തെന്നാണ് മനസ്സിലാക്കുന്നത്. ഓ, സുധീഷ് തിരുവല്ലയുടെ സുഹൃത്തുക്കളാണല്ലോ അല്ലേ? വോട്ട് ചെയ്തോ നിങ്ങളെല്ലാവരും? പിന്നെ വോട്ട് ചെയ്യാൻ പോന്നേ ഉള്ളൂ. ഏറ്റവും അവസാനം നേരത്തെ നേരത്തെ ഉണ്ട്, ഏറ്റവും അവസാനം വോട്ട് ചെയ്യാറുള്ളൂ. എല്ലാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും ആദ്യം വോട്ട് ചെയ്യുന്നവരാണ്, ഏറ്റവും അവസാനം വോട്ട് ചെയ്യുന്നതാണോ കൗതുകം? അതെ അതെ, കാരണം എത്ര പേര് വോട്ട് ചെയ്തു, നമ്മുടെ ഒരു വോട്ട് കൊണ്ട് അവസാനം ഒരു റൗണ്ട് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇത് വരുമല്ലോ. നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മാറ്റമുണ്ടാകുമോ തുടർച്ച ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ളതാണ്. മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പറയാതെ പറയുകയാണ്. വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. എത്രാമത്തെ വോട്ടാ എന്നൊരു ഓർമ്മയുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. ഞാൻ വന്ന് ചെയ്തതേ ഉള്ളൂ വന്ന്. കഴിഞ്ഞ വോട്ട് ആദ്യമേ തന്നെ ചെയ്തായിരുന്നു. ഞങ്ങളുടെ ക്യാമറമാനെ അറിയുമോ? ഇല്ല. അറിയാം. സുഹൃത്ത് കണ്ടു. ഞങ്ങളുടെ ചങ്കാണ് സുധീഷ്. എന്തായാലും ഈ പറയുന്ന പോലെ ജോലി തിരക്ക് ഇടയ്ക്കും വന്ന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ വോട്ടർമാരുടെ തിരക്കൂടെ കാണാം. സ്ത്രീ വോട്ടർമാരാണ് കൂടുതലായി ഇവിടെ നമുക്ക് കാണുന്നത്, പോളിംഗ് ബൂത്തിൽ കാണാൻ കഴിയുന്നത്. ഏതാണ്ട് രാവിലെ ഇവിടെ 60% വോട്ട് പോൾ ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബൂത്തുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇപ്പോഴും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അമ്മ വോട്ട് ചെയ്തോ? ചെയ്യാൻ വന്നിരിക്കുക. നല്ല ചൂടുണ്ടോ? ഭയങ്കര ചൂടല്ലേ? എല്ലാം തരണം ചെയ്ത് വന്നാണ് വോട്ട് ചെയ്യാൻ. പിന്നല്ലാതെ കാലിന് വേദന, കൈക്ക് വേദന എല്ലാം ഉണ്ട്, അസുഖങ്ങളെല്ലാം. കൊച്ചു മേടിച്ച് എഴുന്നേറ്റ് പോയി. ശരി, ഇവിടെ എത്ര കുറേ സമയം ഇല്ലല്ലോ? ഇല്ല. വോട്ട് ചെയ്യാൻ പോവാണ്. വോട്ട് ചെയ്യാൻ മനസ്സിലൊക്കെ ഉറപ്പിച്ചു. എന്താ വോട്ട് ചെയ്യാൻ? വോട്ട് ചെയ്യാൻ കുറേ സമയം കുറച്ചേരെ. അപ്പോൾ അത് തന്നെയാണ്. അങ്ങനെ ഈ പ്രതികൂല കാലാവസ്ഥയുണ്ട്. അപ്പോൾ രാവിലെ നമ്മളത് കണ്ടതാണ്. 10 മണിക്ക് മുൻപ് തന്നെ കുറേയധികം ആളുകൾ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നു. അതിനുശേഷം ഇപ്പോൾ സമയം 3 മണിക്ക് ശേഷം ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ കള്ളവോട്ട് ആരോപണങ്ങൾ പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ ടെൻഡർ വോട്ട് ചെയ്യിപ്പിച്ച് തൽക്കാലം പ്രശ്നപരിഹാരം കണ്ടെത്തുന്നതാണ്. കവിയൂർ എന്ന ഒരു സ്ഥലത്താണ്, പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് സരോജിനി എന്ന ആളുടെ വോട്ട് മറ്റാരോ ചെയ്തതായി പറയുന്നു. പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യിച്ചു. എനിക്ക് തോന്നുന്നു ഇതിനുശേഷം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പരിശോധനകൾ എവിടെയൊക്കെയാണ് ഇങ്ങനെ നടന്നത്, അതിന്റെ ഇപ്പോൾ വെബ് ക്യാം എല്ലായിടത്തും അല്ലേ പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്, ക്യാമറ സംവിധാനങ്ങളുണ്ട്. വളരെ എളുപ്പമാണ്. പക്ഷേ ഈ ഇത്രയും ഇങ്ങനെ സർവൈലൻസിലും ഇത് സംഭവിക്കുന്നല്ലോ. അതെ, ഇത്രയും കണക്ക് കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടൊക്കെ ചെയ്തു വെച്ചിട്ടും അതിന്റെ ഇടയിലൂടെ ഇത്തരം പണികൾ ആളുകൾ ഒപ്പിക്കുന്നുണ്ടല്ലോ എന്നതാണ്. അത് ഏത് പാർട്ടി ആണെങ്കിലും ഏത് സ്ഥാനാർത്ഥിയുടെ ആളുകളാണെങ്കിലും ഇതൊക്കെ മോശമാണ്. അപ്പോൾ ബൂത്ത് ഏജന്റുമാർ ജാഗ്രത പാലിക്കണം. അവിടുത്തെ ഉദ്യോഗസ്ഥര്, പോലീസുകാർ ഇവിടെയൊക്കെ വന്ന് നിമിഷ നേരങ്ങളുണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് കണ്ടത് ടപ്പേന്നായിരുന്നു. അതായത് ഒരു ബൂത്ത് ഏജന്റ്, ഒരു പാർട്ടിയുടെ ബൂത്ത് ഏജന്റ് ഗ്യാപ്പിൽ പോയി അവിടെ കള്ള വോട്ട് ചെയ്തു എന്നാണ് ആരോപണം വരുന്നത്.